ഓണം തൊട്ട് പോകരുത് അവനെ. എടീ, ഗിരീട്ടാ. ആരെ പരാതി തന്നെ? അവരുടെ പേര് വെളിപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഇര ആരാണെന്ന് അറിയാതെ എങ്ങനെയാണ് കുറ്റം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. കുറ്റം നടന്നിട്ടുണ്ട്. ഇര ആരാണെന്ന് എനിക്കും ചുരുക്കം ചില മേലുദ്യോഗസ്ഥർക്കും അറിയാം. ബാക്കിയെല്ലാം കോടതിയിൽ കാണിച്ചാ മതി. അതാണ് നിയമം. അത് ശരി. അപ്പൊ എന്റെ മോനെ ഈ കള്ളക്കേസ് കുടുക്കിയത് ആരാണെന്ന് പോലും അറിയാനുള്ള അവകാശം എനിക്കില്ല അല്ലേ? കൊള്ളാം. മഞ്ജു, നീ എന്തെങ്കിലും ഒന്ന് പറ. നിന്റെ ഭർത്താവിനെ അവര് കൊണ്ടുപോകുന്നത്. ഞാൻ എന്ത് പറയാനമ്മേ? ഇത് ഇവളും കൂടി അറിഞ്ഞോണ്ടുള്ള കളി ആയിരിക്കും അമ്മേ. നാട്ടുകാരുടെ മുന്നില് ഗിരിയേട്ടനെയും നമ്മുടെ കുടുംബത്തെയും അപമാനിക്കാലോ. സ്വപ്നെ, വേണ്ടാതിനും പറയരുത്. ഞങ്ങൾക്ക് ഇവിടെ വരുന്നത് വരെ പ്രതി ഗിരിയാണെന്ന് പോലും അറിയില്ലായിരുന്നു. ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. ഞങ്ങൾക്ക് വിശ്വസിക്കാല്ലാതെ വേറെ വഴിയില്ലല്ലോ. മതി, വെറുതെ ബാക്കിയുള്ളവരുടെ മുമ്പില് കുടുംബക്കാർ തമ്മിൽ വഴക്ക് കൂടണ്ട. അമ്മ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെനിക്കറിയില്ലേ മോനെ. അമ്മ മുകുന്ദനെ വിളിച്ച കാര്യങ്ങൾ അറിയിച്ചാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോളും. സ്റ്റേഷനിലേക്കോ കോടതിയിലേക്കോ അമ്മ വരരുത്, കേട്ടല്ലോ? പോവാൻ സാറേ. ഇതൂടെ അവനെ എണീച്ചേക്ക്.